ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ.എസ്. രാജശേഖര റെഡ്ഡിയുടെ മകളും വൈ.എസ്.ആർ. തെലങ്കാന പാർട്ടിയുടെ സ്ഥാപകയുമായ വൈ.എസ്. ശർമിള കോൺഗ്രസിൽ ചേർന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇളയ സഹോദരിയാണ് ശർമിള. തന്റെ വൈ.എസ്.ആർ. തെലങ്കാന കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിക്കുന്നതായും അവർ പ്രഖ്യാപിച്ചു. തനിക്ക് ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി നിറവേറ്റുമെന്നും അവർ പറഞ്ഞു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് ശർമിള കോൺഗ്രസിൽ ചേർന്നത്. എല്ലാ സമുദായങ്ങളെയും അചഞ്ചലമായി സേവിക്കുകയും എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വൈ.എസ്.ആർ. തെലങ്കാന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ പോകുന്നതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും അവർ വ്യക്തമാക്കി. തന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ വൈ.എസ്.ആർ. റെഡ്ഡിയെ തെലുങ്ക് ജനതയുടെ ഇതിഹാസ നേതാവാണെന്നതിൽ ഉപരി അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ കോൺഗ്രസിനെ സേവിക്കുകയും തന്റെ ജീവൻ കോൺഗ്രസിന് നൽകുകയും ചെയ്തതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഇന്ന് മകൾ തന്റെ പാത പിന്തുടരുന്നതും കോൺഗ്രസിന്റെ തന്നെ ഭാഗമാകാൻ പോകുന്നതും അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ്. കോൺഗ്രസ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറ കെട്ടിപ്പടുത്തു. കോൺഗ്രസ് എല്ലാ സമുദായങ്ങളെയും അചഞ്ചലമായി സേവിച്ചു. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ചു എന്നും പാർട്ടി നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ശർമിള പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വിശ്വാസം നേടിയെന്നും അത് കർണാടകയിൽ പാർട്ടിയുടെ വിജയത്തിന് കാരണമായെന്നും തെലങ്കാനയിലെ കോൺഗ്രസിന്റെ വിജയത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ശർമിള പറഞ്ഞു. മണിപ്പൂരിലെ വംശീയ ആക്രമണത്തിന്റെ പ്രശ്നവും അവർ ഉന്നയിച്ചു. ഒരു മതേതര പാർട്ടി അധികാരത്തിൽ ഇല്ലാത്തതിനാലാണ് സംസ്ഥാനത്ത് 2000 പള്ളികൾ നശിപ്പിക്കപ്പെട്ടതും 60,000 ആളുകൾ ഭവനരഹിതരായതും. അത്തരത്തിലുള്ള ക്രൂരത ഇനിയും ഉണ്ടാകരുത്. രാഹുൽ ഗാന്ധിയെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കാണുക എന്നത് തന്റെ പിതാവിന്റെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ താനും പങ്കാളിയാകാൻ പോകുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ശർമിള കൂട്ടിച്ചേർത്തു.